നീയൊക്കെ ഒരു പെണ്ണാണോടി? ചേച്ചി ഫുഡ് എടുക്കാമോ പ്ലീസ്? വിശക്കുന്നേ. എൻ്റെ മോനെ, മാനേജറിൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് എനിക്ക് ദയനീയം തോന്നുന്നടാ. ഇത്രയ്ക്ക് നല്ലൊരു മാനേജർ വേറെ ആർക്കും കൊടുക്കല്ലേ എൻ്റെ ദൈവമേ. എടാ, ടീമിൽ 2 പേരാ ഉള്ളത്. ഒന്ന് ഞാനും പിന്നൊരു പെണ്ണും. അതിനെ 2 പേരെ മാനേജ് ചെയ്യുന്നതാണ് എൻ്റെ മാനേജർ. പാവ മനുഷ്യൻ. അങ്ങനെ ഇപ്പോഴും ഓഫീസിൽ നിന്ന് ഇറങ്ങി കാണത്തില്ലടാ. എടാ, ആ പെണ്ണ്, നീയൊക്കെ ഒരു പെണ്ണാണോടി? എടാ, അവൾക്ക് മലയാളം അറിയത്തില്ല, അതുകൊണ്ട് എനിക്ക് അവളെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറയാം. നീ ഇത് കാണുന്നുണ്ടോടി പുന്നാര മോളെ? പാവ മനുഷ്യൻ. നീ ചെയ്യേണ്ട പണിയും കൂടെ അയാൾ ആടിയിരുന്ന് ചെയ്യുന്നത്. ഇതൊരു ഫാമിലി ഫ്രണ്ട്ലി ചാനൽ ആയതുകൊണ്ടും ഹരി കാണുന്നത് കൊണ്ടും ഞാൻ ബാഡ് വേർഡ്സ് ഒന്നും പറയുന്നില്ല. ഒരു ഉളുപ്പും ഇല്ലാതെ അവള് 6:30 മണിയായപ്പോൾ ഇറങ്ങി പോയേക്കുന്നു. പാവ മനുഷ്യൻ ഇപ്പോഴും അവിടെ ഇരുന്ന് പണി ചെയ്യുക. കഷ്ടം. എടാ മോനെ, പറഞ്ഞിട്ട് എന്നാടാ കാര്യം? നമ്മൾ പണിയെടുക്കുന്നത് കമ്പനീനെ സുഖിപ്പിക്കാനാണോ? കമ്പനി നമ്മുടെ സ്വന്തം അപ്പൻ്റെ കമ്പനിയൊന്നും അല്ലല്ലോ. എടാ, അത്രയ്ക്ക് ആത്മാർത്ഥതയൊന്നും വേണ്ട. പൈസ മേടിക്കുന്നതിനെ പണി ചെയ്യുക, 6:30 പണി നിർത്തി വീട്ടിൽ പോകണം മോനെ. അല്ലാതെ ഇക്കനെ കഷ്ടപ്പെടാനൊന്നും നമ്മളെ നിൽക്കത്തില്ല. ഞാനും ഇറങ്ങി 6:30 ആയപ്പോഴത്തേക്കും. പിന്നെ ഞാൻ അവിടെ ഇരിക്കണോ? വിഷുവിന് അവധി ചോദിച്ചപ്പോൾ തരാഞ്ഞത് പോട്ടെ. ഞാനിന്ന് ഉച്ചയ്ക്ക് എല്ലാവരും സദ്യ വാഴയിലിൽ കഴിക്കാൻ നേരത്ത് ഞാനിന്ന് ഇഡ്ഡലിയും ചമ്മന്തിയുമാണ് ഉച്ചയ്ക്ക് കഴിച്ചത്. എന്നിട്ട് ഞാൻ പിന്നെ 6:35 വരെ എൻ്റെ പട്ടി ഇരിക്കും. കറക്റ്റ് 6:30 ആയപ്പോൾ ഇറങ്ങി മോനെ. പക്ഷെ ഞാൻ ഒരിക്കലും എൻ്റെ മാനേജറിനെ കുറ്റം പറയത്തില്ലടാ. അദ്ദേഹം എനിക്ക് വെള്ളിയാഴ്ച അവധി തന്നു, ചൊവ്വാഴ്ച അവധി തന്നു. അതുകൊണ്ട് നാട്ടിലോട്ട് വരാൻ പറ്റുന്നുണ്ടടാ. ഞാൻ അയാളെ കുറ്റം പറയത്തില്ല. പാവമാണ്, നല്ല സപ്പോർട്ടീവാണ് പാവ മനുഷ്യൻ. ഉച്ചക്കത്തെ ചോറ് ചേച്ചി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഇപ്പോൾ സദ്യ കഴിക്കട്ടെ മക്കളെ. എല്ലാവരുടെയും വിഷു നല്ലതുപോലെ പോയെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ പിന്നെ ഞാൻ പോയി കഴിക്കട്ടെ. എങ്ങനെയുണ്ട് മോനെ വെട്ടി അടിച്ചിട്ട് സദ്യ? കൊള്ളായിരുന്നോ? ഇന്ന് പ്ലേറ്റ് വാഷ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല ചേച്ചി. അവൻ നക്കി പഠിച്ചു. സാമ്പാർ, എരിശ്ശേരി, കിച്ചടി, ഇതെന്താന്ന് അറിയത്തില്ല, മോരുകറി, തോരൻ, അവിയല്. ഓ, ഇപ്പോഴാടാ ശരിക്കും ഹാപ്പി വിഷു ആയത്. ചേച്ചി ഫുഡ് എടുക്കാമോ പ്ലീസ്? വിശക്കുന്നേ. നേരത്തെ ഞാൻ കുറച്ച് റൂഡായല്ലേ. അത് മോനെ, വിശന്ന് കഴിഞ്ഞപ്പോൾ കണ്ണ് കാണാതെ ഞാനല്ലാതായി മാറിപ്പോയതാ മോനെ. വിശന്ന് കഴിഞ്ഞാൽ എന്തൊരാശ്വാസം. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ, ചേച്ചിയുടെ നാട്ടിലത്തെ വീടിൻ്റെ പാലുകാച്ചാണ് തിങ്കളാഴ്ച. അപ്പം ഞാൻ അവധി ചോദിച്ചു വെള്ളിയാഴ്ചത്തേക്കും ചൊവ്വാഴ്ചത്തേക്കും. അപ്പം നാളെ ഞാൻ നാട്ടിലോട്ട് പോകാൻ മോനെ. നല്ലവനായ മാനേജർ മോനെ. ഇതാ ഞാൻ പറഞ്ഞത്, എനിക്ക് അയാളെ ആ ഒരു ഫോട്ടോ കിട്ടിയിരുന്നത് എനിക്ക് ഫ്രെയിം ചെയ്ത് ഞാൻ പോക്കറ്റിലോ വീട്ടിൽ വെക്കത്തില്ല, ഫ്രെയിം ചെയ്യാതെ ഞാൻ ചിലപ്പോൾ വേണേൽ പേഴ്സിൽ വെച്ചേനെ. ഇത്ര നല്ല മനുഷ്യനാണ് മോനെ. കയറി 1 മാസം പോലെ ആകുന്നതും എനിക്ക് 2 ദിവസത്തെ അവധി തന്നു. താങ്ക്സ് മോനെ. എന്നാൽ പിന്നെ കഴിക്കട്ടെ. ഇതാണ് സമ്മറി. അപ്പം പാക്കിങ് ചെയ്തു. അപ്പോൾ പിന്നെ നാളെ നാട്ടിലോട്ട് ഇറങ്ങുവാ മോനെ. അങ്ങനെ 3 മാസത്തെ ഇടവേളകൾക്ക് ശേഷം കാർത്തികേയൻ നാട്ടിലോട്ട് പോകുന്നു. പുതിയ കളികൾ കളിക്കാനും പുതിയ കളികൾ പഠിപ്പിക്കാനും. എൻ്റെ കൂടെ 4ാം ക്ലാസ് മുതൽ 12 വരെ പഠിച്ച എൻ്റെ കൂട്ടുകാരൻ, അവൻ വെളിയിലായിരുന്നു, ഗൾഫിലായിരുന്നു. അപ്പോൾ അവൻ വന്നപ്പോൾ അവനെ കാണാം. പിന്നെ എൻ്റെ അനിയനുണ്ട്, കസിനാണ് അവൻ. അനിയനെ പോലെയല്ലടാ, എന്തിനാടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം എൻ്റെ അനിയൻ, അവനെ കാണണം. അവൻ്റെ വീട്ടിൽ 1 ദിവസം നിന്നിട്ട് ശനിയാഴ്ച ഞാനും അമ്മയും കൂടെ നേരെ കോട്ടയത്തോട്ട്. അപ്പോൾ ശരിയടാ, നാളെ കാണാം. ബൈ.